ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എക്കാലത്തെയും ഏറ്റവും ഭയാനകമായ ഹൊറർ സിനിമകളുമായിട്ടാണ്. ചില സിനിമകൾ വെറും ഭയാനകമാണ്. സിനിമയുടെ ഉദയം മുതൽ ഹൊറർ വിനോദത്തിൻ്റെ മുൻനിരയിലാണ്. ചരിത്രത്തിലെ ഏറ്റവും മനോഹരവും ഭയാനകവുമായ ചില സിനിമകൾ അവ സമ്മാനിക്കുന്നു. അതെ, ഹൊറർ വിഭാഗത്തിൽ ശരിക്കും ഭയപ്പെടുത്തുന്ന ചില സിനിമകൾ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഏറ്റവും ഭയപ്പെടുത്തുന്നവ ഏതാണ്? എക്കാലത്തെയും ഏറ്റവും ഭയാനകമായ സിനിമകൾ ഏതാണ് ഗൈസ്? ഫസ്റ്റ് വണ്ണാണ് ഇറ്റ്. പ്രശസ്ത എഴുത്തുകാരനായ സ്റ്റീഫൻ കിങ്ങിൻ്റെ ഐക്കണിക് നോവലിനെ ആസ്പദമാക്കി 2017 ആൻഡി മുഷിയറ്റി സംവിധാനം ചെയ്ത ഒരു മോൺസ്റ്റർ ഹൊറർ ചിത്രമാണ് ഇത്. ഞെട്ടിക്കുന്ന ഭയപ്പെടുത്തലുകളും ആകർഷകമായ പ്രകടനങ്ങളുമുള്ള ഒരു ആവേശകരമായ കഥ. തങ്ങളുടെ ചെറിയ പട്ടണത്തെ രഹസ്യമായി ഭയപ്പെടുത്തുന്ന ഒരു ഭയാനകമായ അമാനുഷിക സ്ഥാപനത്തെ പരാജയപ്പെടുത്താൻ ഒരു കൂട്ടം പുറത്താക്കപ്പെട്ടവരുടെ കഥയാണ് ഈ കഥ. അവർ പെന്നിവൈസ് എന്ന സർക്കസ് കോമാളിയുടെ വിചിത്രമായ രൂപം സ്വീകരിക്കുന്നു. അതെ, ഇതല്പം അമിതമാണ്, ചിലപ്പോഴൊക്കെ വളരെ വിചിത്രവുമാകാം. പക്ഷേ കാഴ്ചക്കാരുടെ ഹൃദയത്തെ ഉണർത്തുന്ന രംഗങ്ങൾ ഇതിലുണ്ട് എന്നത് നിഷേധിക്കാനാവത്തില്ല. പെന്നിവൈസ് എന്ന ദുഷ്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിൽ സ്ക്വാഡിൻ്റെ ഐക്കണിക് പ്രകടനം ശുദ്ധമായ പേടി സ്വപ്ന ഇന്ധനമാണ്. സമീപകാലത്തെ ഏറ്റവും ഭയാനകമായ പ്രകടനങ്ങളിലൊന്നായി ഇതിനെ ഇതിനകം കാണുന്നു. ഇതൊരു രസകരവും ആധുനികവുമായ ഹൊറർ ക്ലാസിക്കാണ്. അത് എത്രമാത്രം ഭയാനകമാകുമെന്ന് പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്നു. സെക്കൻഡ് വണ്ണാണ് ഇൻവേഷൻ ഓഫ് ദ ബോഡി സ്നാച്ചേഴ്സ്. 1978. നമ്മുടെ മൂക്കിന് താഴെ ഒരു അന്യഗ്രഹ ആക്രമണം നടക്കുന്നുവെന്ന ഭയാനകമായ ചിന്ത എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? സംവിധായകൻ ഫിലിപ്പ് കൊഫാമിൻ്റെ 1978 പുറത്തിറങ്ങിയ സയൻസ് ഫിക്ഷൻ ഹൊറർ ചിത്രമായ ഇൻവേഷൻ ഓഫ് ദ ബോഡി സ്നാച്ചേഴ്സിൽ സാധ്യമായ ഏറ്റവും ഭയാനകമായ രീതിയിൽ പരിവേഷണം ചെയ്ത ചിന്തയാണ് ഇത്. ഡോൺ സീഗലിൻ്റെ 1956 പുറത്തിറങ്ങിയ ഒരു അന്യഗ്രഹ ആക്രമണത്തിൻ്റെ യഥാർത്ഥ സിനിമയുടെ റീമേക്കാണ് ഇത്. മനുഷ്യത്വം ദുഷ്ടരായ അന്യഗ്രഹ ജീവികളാൽ മാറ്റിസ്ഥാപിക്കപ്പെടുന്നുവെന്ന് പതുക്കെ മനസ്സിലാക്കുന്ന നിരവധി ന്യൂയോർക്കുകാരുടെ കഥയാണ് ഇത്. ചുറ്റുമുള്ള ആളുകളെ ആരെയും പരിഭ്രാന്തരാക്കുന്ന ഒരു സിനിമയാണ് ഇത്. അവിശ്വസനീയമാംവിധം തീവ്രവും സസ്പെൻസ് ഉള്ളതുമാണ്. അതിശയിപ്പിക്കുന്ന രംഗങ്ങളും ശരിക്കും ശ്രദ്ധേയമാകുന്ന ഭയപ്പെടുത്തുന്ന ഇമേജറികളും ഇതിൽ ഉൾപ്പെടുന്നു. 78 ഇൻവേഷൻ ഓഫ് ദ ബോഡി സ്നാച്ചേഴ്സ് പലതരത്തിൽ സീഗലിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒറിജിനലിൻ്റെ യോഗ്യമായ ഒരു റീമേക്കാണ്. ആ സിനിമയുടെ സസ്പെൻസും ഭയവും ധാരാളം നിലനിർത്തുകയും മികച്ച ഇഫക്റ്റുകളും കൂടുതൽ ഭയപ്പെടുത്തലുകളും ഉപയോഗിച്ച് അതിനെ അങ്ങേയറ്റം വരെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അടുത്ത മൂവിയാണ് ദി വെയിലിംഗ് 2016. ന ഹോങ് ജീനിൽ നിന്നുള്ള ദി വെയിലിംഗ് 2016 ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ഒരു തീവ്രമായ ഹൊറർ മിസ്റ്ററി ത്രില്ലറാണ്. ഒരു ചെറിയ പർവ്വത ഗ്രാമത്തിൽ നിരവധി വിചിത്രമായ കൊലപാതകങ്ങളും ഒരു നിഗൂഢ വൈറസ് നാശം വിതച്ചതിനു ശേഷം സാഹചര്യം അന്വേഷിക്കാനും ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്താനും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുന്നു. എന്നാൽ ഈ ദുരന്തം ഒരു ഭയാനകമായ ശാപത്തിൻ്റെ ഫലമായിരിക്കാമെന്ന് അയാൾ ഉടൻ തന്നെ മനസ്സിലാക്കുന്നു. ഭയാനകമായ ആക്രമം, ഭയാനകമായ സസ്പെൻസ്, സങ്കല്പിക്കാനാവാത്ത ഭയപ്പെടുത്തലുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ദി വെയിലിംഗ് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും അസ്വസ്ഥയായ അന്താരാഷ്ട്ര ഹൊറർ സിനിമകളിൽ ഒന്നാണ്. കാഴ്ചക്കാർക്ക് പേടി സ്വപ്നങ്ങൾ നൽകുന്ന നിരവധി നിമിഷങ്ങൾ നിറഞ്ഞതാണ് ഇത്. ഓരോ തവണ വീണ്ടും കാണുമ്പോഴും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ഇരുണ്ടതും തീവ്രവുമായ ഒരു ഉപസംഹാരത്തോടെയാണ് ഇത് അവസാനിക്കുന്നത്. അടുത്ത മൂവി നമുക്ക് പരിചയപ്പെടാം. ജാസ് 1975. കടലിൽ നീന്താൻ പേടി തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? 1975 വേനൽക്കാല ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് ജാസ് ആയിരിക്കാം അതിന് കാരണം. സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത ഈ ചിത്രം സമാധാനപരമായ ഒരു വേനൽക്കാല സമൂഹത്തിൽ സൂര്യപ്രകാശം ആസ്വദിക്കുന്നവരെ വിഴുങ്ങാൻ കാരണമായ ഒരു ഭീമാകാരമായ വലിയ വെള്ളസ്രാവിനെ കൊല്ലാൻ അപകടകരമായ ഒരു വേട്ടയ്ക്ക് പോകുന്ന 3 പുരുഷന്മാരെ പിന്തുടരുന്നു.
പതിറ്റാണ്ടുകളായി പ്രേക്ഷകരെ ഭയപ്പെടുത്തിയിട്ടുള്ള ഈ ആവേശകരമായ ഭീമൻ ചിത്രം കടൽ തീരത്തിന് സമീപം പോകാൻ പോലും അവരെ ഭയപ്പെടുത്തുന്നു. ഇത് വളരെയധികം സസ്പെൻസ് നിറഞ്ഞതാണ്. കൂടാതെ സിനിമയിൽ തിരിച്ചറിയാൻ കഴിയുന്ന ചില ശരിക്കും അമ്പരപ്പിക്കുന്ന നിമിഷങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ജോൺ വില്യംസിൻ്റെ എക്കാലത്തെയും ഭയാനകമായ തീം സോങ്ങുകളിൽ ഒന്ന് ഇതിൽ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ ശ്രമങ്ങൾ അക്കാദമി അവാർഡ് ലഭിച്ചു. അടുത്ത മൂവിയാണ് സ്മൈൽ 2022. 2022 സ്മൈൽ പോലുള്ള ആധുനിക ക്ലാസിക്കുകളുടെ പ്രകാശനത്തിലൂടെ ഈ ദശകത്തിലും ഹൊറർ പുരോഗമിക്കുന്നു. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ ചിത്രങ്ങളിലൊന്നായി വാഴ്ത്തപ്പെടുന്ന ഈ തീവ്രമായ മനഃശാസ്ത്രപരമായ ഭീമൻ ചിത്രം പ്രേക്ഷകരെ കണ്ണുകൾ മൂടാൻ നിർബന്ധിതരാക്കും. റോസ് എന്ന അസ്വസ്ഥയായ ഒരു മനോരോഗ വിദഗ്ധയെയാണ് ഇത് പിന്തുടരുന്നത്. ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കപ്പെടുമ്പോൾ ആരെയും പരിഭ്രാന്തരാക്കാൻ ഈ സിനിമയ്ക്ക് കഴിയും. പുഞ്ചിരി എന്നത് വളരെ അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു ചിത്രമാണ്. വളരെയധികം ഭീകരത നിറഞ്ഞതും ആണ്, മറക്കാനാവാത്തതുമാണ്. 2020കളിലെ ഏറ്റവും മികച്ച ഹൊറർ ചിത്രങ്ങളിൽ ഒന്നാണ് ഇത്. വർഷങ്ങൾ കഴിയുന്തോറും ആരാധകരുടെ ഫാൻസ് കൂടി വരികയാണ്. അടുത്തൊരു മൂവിയാണ് ദി ബാബാഡുക്ക് 2014. നടിയും സംവിധായകനുമായ ജെന്നിഫർ കെൻറ്റ് സംവിധാനം ചെയ്ത ഒരു ഓസ്ട്രേലിയൻ സൈക്കോളജിക്കൽ ഹൊറർ ഡ്രാമയാണ് ദി ബാബാഡുക്ക്. ഓസ്കാർ അർഹതയുള്ള പ്രകടനവുമായി എത്തുന്ന എ.സി. ഡേവിസിനെ തൻ്റെ പരേതനായ ഭർത്താവിനെ ഓർത്ത് പരിഹരിക്കപ്പെടാത്ത ദുഃഖം മൂലം ഒരു ദുഷ്ടശക്തി തൻ്റെ വീടിനെ ഭയപ്പെടുത്താൻ തുടങ്ങുമ്പോൾ തൻ്റെ ഇളയ മകനെ സംരക്ഷിക്കേണ്ടി വരുന്ന വിഷാദ രോഗിയായ അമിത ജോലിഭാരമുള്ള സിംഗിൾ പാരൻ്റായിട്ടായിരിക്കും ഈ ചിത്രം കാണുന്നത്. ഭീകരത ഉണ്ടാകുന്നത് രാക്ഷസനെ നേരിട്ട് അധികം കാണുന്നതിലൂടെയല്ല, മറിച്ച് കഥാപാത്രങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും ഒടുവിൽ ആ ജീവി അവരെ കണ്ടെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്നതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നിന്നുമാണ്. വൈകാരികമായി പിടിച്ചിരുത്തുന്ന ഒരു കഥ കൂടിയാണ് ഇത്. രണ്ട് ശക്തരായ പ്രധാന അഭിനേതാക്കൾ അവരുടെ കഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നു. ഫലപ്രദമായ ജംപ്സ്കെയറുകളും ചില്ലിംഗ് സ്കോറും ചേർന്ന ദി ബാബാഡുക്ക് സമീപകാലത്തെ ഏറ്റവും തീവ്രമായ അന്തരീക്ഷപരവുമായ ഹൊറർ സിനിമകളിൽ ഒന്നാണ്. അടുത്തൊരു മൂവിയാണ് ദി കഞ്ചുറിങ് 2013. ഞെട്ടിപ്പിക്കുന്ന ഭയപ്പെടുത്തലുകളും അലോസരപ്പെടുത്തുന്ന സസ്പെൻസുകളും തിരയുന്ന ഏതൊരാൾക്കും ഒരു യാത്രാനുഭവമാണ് ദി കഞ്ചുറിങ്. സമീപകാല സിനിമകളിൽ ഏറ്റവും ഭയപ്പെടുത്തുന്നതും തീവ്രമായ അമാനുഷിക ഹൊറർ സിനിമകളിൽ ഒന്നായി കാണപ്പെടുന്ന ഈ ആധുനിക ക്ലാസിക് ശരിക്കും ഒരു പേടി സ്വപ്നാനുഭവമാണ്. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പുതിയ വീട്ടിൽ പതിയിരിക്കുന്ന ഒരു ഭയാനകമായ പീഡിപ്പിക്കപ്പെടുന്ന ഒരു കുടുംബത്തെ സഹായിക്കുന്ന ഒരു പാരാനോർമൽ അന്വേഷണ ദമ്പതികളെയാണ് ഇത് പിന്തുടരുന്നത്. ഹൊറർ ചരിത്രത്തിലെ ഏറ്റവും തീവ്രമായ ചില ജംപ്സ്കെയറുകളെ അവതരിപ്പിക്കുന്ന ദി കഞ്ചുറിങ് തുടക്കം മുതൽ അവസാനം വരെ ഒരു ത്രില്ലിംഗ് ഹൊറർ മാസ്റ്റർ പീസാണ്. അപ്രതീക്ഷിതമായ ആശ്ചര്യങ്ങളും ആവേശകരമായ സസ്പെൻസും കൊണ്ട് പ്രേക്ഷകരെ ഓരോ നിമിഷവും ഞെട്ടിക്കുകയും ആവേശഭരിതരാക്കുകയും ചെയ്യുന്നു. ബോക്സ് ഓഫീസിൽ പണം വാരിക്കൂട്ടുന്ന ഒരു പതിറ്റാണ്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഹൊറർ ഫ്രാഞ്ചൈസിക്ക് ദി കഞ്ചുറിങ് ജന്മം നൽകുന്നു. അടുത്തൊരു മൂവിയാണ് ഇവിൾ ഡെഡ് 2013. ഇവിൾ ഡെഡ് 2013 പുറത്തിറങ്ങിയ ഒരു സ്പ്ലാറ്റർ ഹൊറർ ചിത്രമാണ്. ഇത് സാം റൈമി സംവിധാനം ചെയ്ത 1981 ബി മൂവി ഒറിജിനലിൻ്റെ റീമേക്കാണ്. തങ്ങളുടെ അംഗങ്ങളിൽ ഒരാളെ ഗുരുതരമായ മയക്കുമരുന്ന് ശീലത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കാട്ടിലെ ഒറ്റപ്പെട്ടൊരു ക്യാബിനിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ചെറിയ കൂട്ടം സുഹൃത്തുക്കളെയാണ് ഇത് പിന്തുടരുന്നത്. എന്നിരുന്നാലും ഭൂതങ്ങളെ ഒന്നൊന്നായി പിടികൂടാൻ വിളിക്കുന്ന ഒരു പുരാതന പുസ്തകത്തിൽ നിന്ന് ആകസ്മികമായി വായിക്കുമ്പോൾ അത് അതിജീവനത്തിനായുള്ള ഒരു പോരാട്ടമായി മാറുന്നു. ഇതൊരു തീവ്രവും ക്രൂരവും അതിമനോഹരവുമായ ഒരു ഹൊറർ റീമേക്കാണ്. തീർച്ചയായും അതൊരു മതിപ്പുളവാക്കുന്നു. തങ്ങളുടെ വേഷങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന ഒരു മികച്ച അഭിനേതാക്കളുടെ മികവ് ഇതിൽ പ്രകടമാണ്. പ്രത്യേകിച്ച് നടി ജെയിൻ ലെവി.
മിയ എന്ന ലഹരിക്ക് അടിമയായ മിയ എന്ന കഥാപാത്രത്തിലൂടെയും അവളുടെ ഭയാനകമായ പ്രേരണാരൂപത്തിലൂടെയും പ്രേക്ഷകരെ ആകർഷിക്കുന്നു. റൈമിയുടെ 81 പതിപ്പ് എല്ലായ്പ്പോഴും ഒരു ശാശ്വത ക്ലാസിക് ആയിരിക്കുമെങ്കിലും അൽവരേസിനെ സിനിമ ഒരുപക്ഷെ ഏറ്റവും ഭയാനകവും തീർച്ചയായും ഏറ്റവും ഞെട്ടിക്കുന്നതുമായ പതിപ്പാണ്. നെക്സ്റ്റ് ഒരു മൂവിയാണ് പൾസ്. 2001 ജപ്പാനിൽ നിന്നുള്ള ഒരു ഐക്കണിക് ഗോസ്റ്റ് ത്രില്ലറായ പൾസ് കിയോഷി കുറോസാവ സംവിധാനം ചെയ്ത് 2001 പുറത്തിറങ്ങിയ ഒരു അമാനുഷിക ഹൊറർ ചിത്രമാണ് ഇത്. ടോക്കിയോ നിവാസികളായ 2 കൂട്ടം ആളുകൾ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് യഥാർത്ഥ ലോകത്തേക്ക് സഞ്ചരിച്ച് ആളുകളെ സ്വയം ഉപദ്രവിക്കാൻ പ്രേരിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളെക്കുറിച്ചുള്ള ഒരു വിരസവും അദമ്യവും ഇരുണ്ടതും പേടിസ്വപ്നവുമായ ഒരു കഥയാണ് ഇത്. പൾസ് അതിഭീകരമാംവിധം ഭയപ്പെടുത്തുന്നതാണ്. കാഴ്ചക്കാരെ ഭയത്താൽ വിറപ്പിക്കുന്ന തരത്തിൽ വേട്ടയാടുന്നതും അസ്വസ്ഥരാക്കുന്നതുമായ ഇമേജറികൾ ഇതിൽ ഉൾപ്പെടുന്നു. രക്തരൂഷിതമായതോ തീവ്രമായതോ ആയ ജംപ് സ്കെയറുകളൊന്നുമില്ല. തികഞ്ഞ സസ്പെൻസ് വർദ്ധിച്ചു വരുന്ന ഹൊറർ രംഗങ്ങളും മാത്രമേ ഉള്ളൂ. ഒരു കഥാപാത്രം അസ്വാഭാവിക ശരീരചലനങ്ങളുടെ ഒരു വിചിത്ര പ്രേതത്തെ കണ്ടുമുട്ടുന്ന നിമിഷത്തിൽ ഏതൊരു സിനിമയിലെയും ഏറ്റവും ഭയാനകമായ രംഗങ്ങളിലൊന്നു പോലും ഇതിൽ ഉൾപ്പെടുന്നു. സംഗീതവും വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതും ഫലപ്രദമായി ചർമ്മത്തിനിടയിലൂടെ ഇഴയുന്നതുമാണ്. ഈ സിനിമ പൂർണ്ണമായും പേടിസ്വപ്നമുണ്ടാക്കുന്നതാണ്. ക്രെഡിറ്റുകൾ പുറത്തിറങ്ങിയതിനു ശേഷം പ്രേക്ഷകരുമായി നന്നായി പറ്റി നിൽക്കുന്നു. അടുത്തൊരു മൂവിയാണ് ഹെറിഡിറ്ററി. 2018 സിനിമയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്നതും തിരിച്ചറിയാവുന്നതുമായ നാടോടി ഹൊറർ സിനിമകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് ഇത്. തങ്ങളുടെ നിഗൂഢ മുത്തശ്ശിയുടെ മരണശേഷം ചുറ്റും വിചിത്രമായ അമാനുഷിക സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ ദുഃഖിതരായ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള ഒരു സ്പന്ദനാത്മകമായ കഥയാണ് ഇത്. ആധുനിക ഹൊറർ മാസ്റ്റർ പീസായ ഹെറിഡിറ്ററി പ്രേക്ഷകരെ ഭയപ്പെടുത്തുന്നു. ഉയർന്ന ഹൊറർ ഉപവിഭാഗത്തിൻ്റെ ഭാഗമായി ശക്തമായ കഥ പറച്ചിലും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുന്ന തീവ്രമായ സസ്പെൻസും ഉള്ള ഒരു സ്ലോ ബേണൽ ത്രില്ലറാണിത്. ഹൊറർ വിഭാഗത്തിലെ ഏറ്റവും മികച്ച അഭിനയ പ്രതിഭകളുടെ പിന്തുണയും ഇതിനുണ്ട്. പ്രത്യേകിച്ച് പ്രധാന വേഷത്തിൽ പൂർണ്ണമായും ആകർഷകമായ നടി ടോണി കൊളൈറ്റിലെ സമയമെടുക്കുന്നതും ഭയപ്പെടുത്തുന്ന ഒരു സ്വാധീനവും ചെലുത്തുന്നതിൽ പരാജയപ്പെടുത്തുന്നതുമായ ഒരു വിചിത്രവും ആകർഷകവുമായ ഒരു ചിത്രം ആണ് ഇത്. ഇത്രയുമാണ് എക്കാലത്തെയും ഏറ്റവും ഭയാനകമായ കുറച്ച് ഹൊറർ സിനിമകൾ. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി നമുക്ക് കാണാം ഗൈസ്.